സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ബർത്ത്ഡേ ഹൈഡ് ചെയ്ത് വെക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ സുഹൃത്തുക്കളിൽ തന്നെ ഇങ്ങനെയുള്ളവർ കാണും. അവരുടെ ബർത്ത്ഡേ സോഷ്യൽ മീഡിയ ഒരിക്കലും നമുക്ക് റെക്കമെൻഡ് ചെയ്യില്ല. ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിൽ റെക്കമെൻഡേഷൻ വരുമല്ലോ, ഇന്ന ദിവസം ഇന്നയാളുടെ ബർത്ത്ഡേ ആണ്, വിഷ് ഹിം ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു അലേർട്ട് വരും. അത് ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത്തരത്തിലുള്ള ഒരാൾ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു വ്യത്യസ്തമായ ഒരു ആശയമാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത്. അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഇതാണ്, ഞാനത് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അതായത് മുൻകാലങ്ങളിൽ ഒരാളിന് നമ്മളോടുള്ള അടുപ്പം അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഫാക്ടറായിരുന്നു നമ്മുടെ പിറന്നാൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ ഓർത്തിരിക്കുക എന്നുള്ളത്. എന്നാൽ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇതിൻ്റെ ഒരു ആവശ്യമില്ലാതെയായി. അതായത് സോഷ്യൽ മീഡിയ തന്നെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യും ഇന്ന ദിവസം ഇന്ന ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പരിചയമുള്ളവരും ഇല്ലാത്തവരും ജസ്റ്റ് ഒരു അക്വൈൻറ്റൻസ് ഉള്ളവരുമെല്ലാം ഇത് കണ്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ, വിഷ് യു ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിലുള്ള ഇമോഷണൽ കണ്ടന്റും ഇല്ലാത്ത, ഒരു തരത്തിലുള്ള അടുപ്പമോ വൈകാരികതയോ ഇല്ലാത്ത ഒരു ആർട്ടിഫിഷ്യൽ മെസ്സേജ് ഇടാനായിട്ട് തുടങ്ങി. അതും ആ മെസ്സേജ് പോലും അവിടെ റെഡി ആയിട്ട് കിടപ്പുണ്ടായിരിക്കും. അത് പോസ്റ്റ് അങ്ങ് അടിച്ചാൽ മാത്രം മതി നമ്മൾ. അപ്പോൾ ഇത്തരം മെക്കാനിക്കലായിട്ടുള്ള വ്യാജമായിട്ടുള്ള ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ലാത്ത വിഷുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ ഫ്ലഡഡ് ആകുന്നത് കണ്ടപ്പോൾ പലരും ആലോചിച്ചു, എന്തിനിങ്ങനെ ഇത് ഓപ്പൺ ആക്കി ഇടണം, അത് ക്ലോസ് ചെയ്തിട്ടു എന്നുള്ളതാണ് അവർ പറഞ്ഞ ഒരു യാഥാർത്ഥ്യം. അപ്പം എനിക്കും അത് ശരിയായിട്ട് തോന്നി. കാരണം ഞാനിത് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളുടെ പിറന്നാൾ എത്ര പേർക്ക് അറിയാം, അതായത് അവരുടെ ഓർമ്മയിൽ സൂക്ഷിച്ച് വിഷ് ചെയ്യുന്നവർ ഉണ്ട് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ക്ലോസ് ഫാമിലി ഫ്രണ്ട് സർക്കിളിലല്ലാതെ എത്ര പേര് അത് വിഷ് ചെയ്യുന്നവരുണ്ട്? നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ റോളിൽ നിൽക്കുന്നവരാണെങ്കിൽ മക്കളുടെ ബർത്ത്ഡേ നമുക്ക് ഓർമ്മ കാണും, നമ്മുടെ മാതാപിതാക്കളുടെ ബർത്ത്ഡേ ഓർമ്മ കാണും. ഇതല്ലാതെ എത്ര പേരുടെ ബർത്ത്ഡേ നമുക്ക് ഓർമ്മയിലുണ്ട് എന്നുള്ളത് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള അടുപ്പം അല്ലെങ്കിൽ എത്രമാത്രം അവരുടെ പേഴ്സണലായിട്ട് അവരുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതിൻ്റെ ഒരു മുൻകാലത്തെ സൂചികയായിരുന്നു. ഇപ്പോൾ അതിനൊന്നും പ്രസക്തി ഇല്ലാത്ത ഒരു നെട്ടോട്ടം ഓടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊന്ന് ആലോചിക്കുക, എത്ര പേരുടെ ബർത്ത്ഡേ നമുക്ക് കാണാതെ അറിയാം, ഇന്ന ദിവസം ഇന്നയാളുടെ ബർത്ത്ഡേ ആണ് എന്നുള്ളത് എത്ര പേരുടെ നമുക്കറിയാം. എന്നെ ഇത് ചിന്തിപ്പിക്കാൻ കാരണം, എൻ്റെ വളരെ അടുപ്പമുള്ളൊരു സുഹൃത്ത് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തു. അതേസമയം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം അത് ഓർത്ത് എന്നെ വിഷ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഏറെ സന്തോഷം തന്നൊരു കാര്യമായതുകൊണ്ട് ഞാനിതൊന്ന് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് ഓർത്തു എന്നേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര പേര് നമ്മളെ ആത്മാർത്ഥമായി നേരിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ കണ്ട് അല്ലാതെ.